ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സെക്കൻഡ് മൊഡ്യൂളിലെ കോംപ്ലക്സ് ഫങ്ഷൻസിൻ്റെ നമ്മൾ പ്രോപ്പർട്ടീസൊക്കെ പഠിച്ചു. അതിൻ്റെ ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, അതിൽ ലിമിറ്റും ഡിഫറൻഷ്യബിലിറ്റിയും നമ്മൾ പറഞ്ഞു. കണ്ടിന്യൂറ്റിയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒന്ന് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അതിലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. കണ്ടിന്യൂറ്റിയുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത് വെച്ചാൽ നമ്മൾ വൈക്ക് പകരം എം എക്സ് എന്ന് പറയുന്ന ഒരു പാത്ത്, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ലിമിറ്റ് യുണീക്ക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ അതിൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, നമുക്ക് ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ പറയാം. ഡയറക്റ്റ് നമ്മൾ പ്രോബ്ലത്തിലോട്ടാണ് പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമ്മളുടെ ഫംഗ്ഷൻ ഇതാണ്, എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് റിയൽ സെറ്റ്, സെഡ് റിയൽ സെറ്റ് ബൈ മോഡ് സെറ്റ് if z not equal to 0 and ഈ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. നമുക്ക് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ് if z equal to 0. ഇത് ഷോ ദാറ്റ് എഫ് ഓഫ് സെഡ് ഈ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഷോ ദാറ്റ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ഈസ് കണ്ടിന്യൂസ് അറ്റ് z equal to 0, ഈസ് കണ്ടിന്യൂസ് അറ്റ് z equal to 0. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് 0യിൽ കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. പല മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷെ നമ്മൾ ആ ഒരു പാത്ത് മെത്തേഡ് വെച്ച് തന്നെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നു. നമുക്കറിയാം ഇവിടുത്തെ നമ്മൾ ഈ ഫംഗ്ഷനെ എക്സിലോട്ട് വൈയിലോട്ട് മാറ്റി കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളുടെ പോയിന്റ് ഇവിടെ z0 എന്ന് പറയുന്നത് 0 ആണ്. അതിന് നമുക്ക് 0 + 0i എന്ന് പറയാം. അതായത് 0 0 ആണ് ആ ഒരു പോയിന്റ് വരുന്നത്. z എന്ന് പറഞ്ഞാൽ നമുക്കറിയാം xy ആണ്. ഈ പോയിന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലിമിറ്റിനെ കുറിച്ച് നോക്കണം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് ഇത് കണ്ടിന്യൂസ് ആകുക. സോ നമ്മളുടെ ഫംഗ്ഷൻ ലിമിറ്റ് z ടെൻസ് ടു z0 എഫ് ഓഫ് z വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ z-ന് പകരം xy സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വിച്ച് ടെൻസ് ടു 0 0 എഫ് ഓഫ് z ഫംഗ്ഷൻ നമുക്കറിയാം. നമ്മളുടെ ഫംഗ്ഷൻ വരുന്നത് z റിയൽ z ബൈ മോഡ് z ആണ്. അപ്പോൾ നമുക്കറിയാം z-ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, z-ന് പകരം നമുക്ക് x പ്ലസ് iy റിയൽ z, അതായത് z എന്ന് പറഞ്ഞാൽ x പ്ലസ് iy. ഇതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്, x ആണ്. ഇതാണ് റിയൽ പാർട്ട്, ഇതാണ് ഇതിൻ്റെ ഇമാജിനറി പാർട്ട്. സോ x ഡിവൈഡഡ് ബൈ മോഡ് z നമുക്കറിയാം റൂട്ട് ഓഫ് x² പ്ലസ് y². അപ്പോൾ തന്നിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തു. നമുക്കിനി ഇവിടെ ആ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വേരിയബിളിലോട്ട് മാറ്റാം. അതിനുവേണ്ടി നമ്മൾ y ഈക്വൽ ടു എം എക്സ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, x² പ്ലസ് iy(x) ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് x² പ്ലസ് y² എന്ന് വരും. നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, y ഈക്വൽ ടു എം എക്സ് കൊടുക്കുന്നു. ആ ഒരു പാത്തിലൂടെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് അറിയാം. y ഈക്വൽ ടു എം എക്സ് കൊടുക്കുമ്പോൾ ലിമിറ്റ്, പിന്നെ എക്സിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. x ടെൻസ് ടു 0 x² പ്ലസ് i, വൈക്ക് പകരം നമ്മൾ എം എക്സ് കൊടുത്താൽ m ഇൻറ്റു എക്സ് എന്തായിട്ട് മാറും, x² ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് x² പ്ലസ് വൈക്ക് എം എക്സ് കൊടുത്താൽ എം എക്സ് ദ ഹോൾ സ്ക്വയർ ഉണ്ടാവും, അതായത് m² x². ശ്രദ്ധിക്കുക, വൈക്ക് ഞാൻ എം എക്സ് കൊടുത്താൽ എന്ത് വരും, എം എക്സ് ദ ഹോൾ സ്ക്വയർ വരും, വിച്ച് ഈസ് ഈക്വൽ ടു m² x². അടുത്ത് ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുന്നു, കോമൺ ആയിട്ടുള്ള രണ്ടിലും x² ഉള്ളതുകൊണ്ട് x² പുറത്തൊക്കെ എടുത്താൽ 1 പ്ലസ് im ഡിവൈഡഡ് ബൈ റൂട്ടിനുള്ളിൽ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു, x² പുറത്തൊക്കെ എടുത്താൽ 1 പ്ലസ് m² എന്ന് വരും. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 0 x² ഇൻറ്റു 1 പ്ലസ് im ഡിവൈഡഡ് ബൈ റൂട്ടിനുള്ളിൽ നിന്നും x² പുറത്തൊക്കെ എടുത്താൽ നമുക്കറിയാം x ആയിട്ട് മാറും. പിന്നെ റൂട്ടിനുള്ളിൽ എന്താണുള്ളത്, 1 പ്ലസ് m². നമ്മൾ ഈ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൂട്ടിനുള്ളിൽ നിന്നും x² പുറത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാവുക x ആണ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 0 x² എന്നൊരു എക്സും കട്ട് ചെയ്ത് പോയാൽ x ഇൻറ്റു 1 പ്ലസ് im ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് m². ഇവിടെ നമ്മൾ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ എന്ത് വരും, 0. സോ ലിമിറ്റ് യുണീക്ക് ആണ്. നമ്മൾ ഏത് പാത്തിലൂടെ വന്നാലും എമ്മിന് നമ്മൾ 1 കൊടുത്താൽ, ഇപ്പോൾ നമ്മൾ വേണമെങ്കിൽ നമുക്ക് നോക്കാം, y ഈക്വൽ ടു എം എക്സ് നമ്മളുടെ കയ്യിലുണ്ട്. എമ്മിന് നമ്മൾ 1 കൊടുത്താൽ ലിമിറ്റിൻ്റെ വാല്യൂ 0 ആണ്. എമ്മിന് നമ്മൾ 2 കൊടുത്താൽ ലിമിറ്റിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ലിമിറ്റ് എന്താണ്, യുണീക്ക് ആണ്. ലിമിറ്റ് യുണീക്ക് ആണ്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്.
മാത്രമല്ല അത് ഫംഗ്ഷൻ വാല്യൂവിനോട് ഈക്വൽ ആണ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഇവിടെ കാര്യമില്ലല്ലോ, നമ്മളത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അത് ഫംഗ്ഷൻ വാല്യൂവിന് ഈക്വൽ ആവുകയും വേണം. അതായത് നമുക്കിപ്പോൾ എന്ത് കിട്ടി, ലിമിറ്റ് z ടെൻസ് ടു 0 എഫ് ഓഫ് z എന്ന് പറയുന്നത് 0 ആണ്. അത് തന്നെയാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് 0. കാരണം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് z 0 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. സോ കണ്ടിന്യൂറ്റിയുടെ ഈ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ കണ്ടിന്യൂസ് അറ്റ് z ഈക്വൽ ടു 0. ലിമിറ്റ് ഇതിപ്പോൾ യുണീക്ക് അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഓക്കെ അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയാം. പക്ഷേ ലിമിറ്റ് യുണീക്ക് ആണ്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ലിമിറ്റ് യുണീക്ക് ആൻഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല അത് ഫംഗ്ഷൻ വാല്യൂവിന് ഈക്വൽ ആയിട്ട് വരുന്നുണ്ട് എഫ് ഓഫ് 0. സോ ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് z ഈക്വൽ ടു 0. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് ഉണ്ടാവുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇതാണ്. ഷോ ദാറ്റ് എഫ് ഓഫ് സെറ്റ് ആയിട്ട് നമുക്ക് ഫംഗ്ഷൻ തന്നത് ഇതായിരുന്നു. റിയൽ പാർട്ട് ഓഫ് z സ്ക്വയർ ഡിവൈഡഡ് ബൈ മോഡ് z സ്ക്വയർ ഇഫ് z നോട്ട് ഈക്വൽ ടു 0 if z equal to 0. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. റിയൽ പാർട്ട് ഓഫ് z സ്ക്വയർ ബൈ മോഡ് z സ്ക്വയർ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് z ഈക്വൽ ടു 0. ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനായിട്ടും ചോദിക്കാം. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ചെയ്യുന്ന ആ ഒരു രീതി നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന. ഞാൻ വീണ്ടും ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്നില്ല, നമ്മൾ ഡയറക്റ്റ് ആൻസറിലോട്ട് പോവാണ്. ലിമിറ്റ് z ടെൻസ് ടു 0 എഫ് ഓഫ് z പകരം എനിക്ക് എന്ത് ചെയ്താൽ ലിമിറ്റ് xy ടെൻസ് ടു 0 എഫ് ഓഫ് z എന്നാണ് റിയൽ z സ്ക്വയർ. നമുക്കറിയാം z സ്ക്വയറിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. നമ്മൾ ചെയ്തിട്ടുണ്ട് z സ്ക്വയറിൻ്റെ റിയൽ പാർട്ട് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഇമേജിനറി പാർട്ട് 2xy ആണ്. ഡിവൈഡ് മോഡ് z സ്ക്വയർ. മോഡ് z എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ശ്രദ്ധിക്കുക, മോഡ് z എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയിപ്പോൾ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y ഈക്വൽ ടു mx കൊടുക്കുന്ന സമയത്ത് ലിമിറ്റ് x ടെൻസ് ടു 0 എക്സ് സ്ക്വയർ മൈനസ് എന്ത് വരും, വൈക്ക് പകരം നമ്മൾ കൊടുത്താൽ എം സ്ക്വയർ എക്സ് സ്ക്വയർ വരും. വൈക്ക് എം എക്സ് കൊടുത്താൽ രണ്ടും സ്ക്വയർ ചെയ്ത് പോകും. ദെൻ ഡിനോമിനേറ്ററിലാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എം സ്ക്വയർ എക്സ് സ്ക്വയർ വൈക്ക് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 രണ്ടിലും കോമൺ ആയിട്ട് എക്സ് സ്ക്വയർ ഉണ്ട്, ഞാനതിനെ പുറത്തേക്ക് എടുത്തു. 1 മൈനസ് എം സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എം സ്ക്വയർ. സോ എക്സ് സ്ക്വയറും ക്യാൻസലായി പോകുന്നു. രണ്ടെണ്ണം എക്സ് സ്ക്വയറും ക്യാൻസലായി പോയാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് എം സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എം സ്ക്വയർ which is equal to the constant ആണ്. സോ 1 മൈനസ് എം സ്ക്വയർ ബൈ 1 പ്ലസ് എം സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ ലിമിറ്റ് വരിക. ഇവിടെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കൂ, നമ്മൾ എം ഈക്വൽ ടു 1 കൊടുത്താൽ നമുക്കൊരു വാല്യൂ കിട്ടും. എന്താ വാല്യൂ വരിക, 1 മൈനസ് 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 സ്ക്വയർ 0. എമ്മിന് 2 കൊടുത്താൽ മറ്റൊരു വാല്യൂ ആയിരിക്കും, എന്തായാലും 0 വരില്ല. സോ ലിമിറ്റ് എന്തല്ല, യുണീക്ക് അല്ല. ലിമിറ്റ് എപ്പോഴും യുണീക്ക് ആണ് നമുക്കറിയാം. സോ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഡിസ്കണ്ടിന്യൂസ് അറ്റ് z ഈക്വൽ ടു 0. z ഈക്വൽ ടു 0 എന്താണ്, ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യുക. കണ്ടിന്യൂറ്റിക്കും ഡിസ്കണ്ടിന്യൂറ്റിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ട്. y ഈക്വൽ ടു mx എന്ന റൂട്ടിനെ കുറിച്ച് ആലോചിക്കുക. അതേപോലെ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാവുന്ന സെറ്റിന് പകരം എക്സ് പ്ലസ് ഐ വൈ കൊടുക്കാം. റിയൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, ഇമാജിനറി സെറ്റ് എന്ന് പറഞ്ഞാൽ വൈ ആണ്. മോഡ് സെറ്റ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അതിൻ്റെ സ്ക്വയർ വന്നാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ആ റൂട്ടും ക്യാൻസൽ ആവുന്നുള്ള ഓർക്കുക. റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആവുന്നുള്ളത് ഓർക്കുക. ദെൻ സെറ്റ് സ്ക്വയറിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് y ഈക്വൽ ടു mx നോക്കുക. ലിമിറ്റ് യുണീക്ക് ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, ജസ്റ്റ് ആ ഫംഗ്ഷൻ്റെ വാല്യൂവിനും കൂടി ഈക്വൽ ആയ കണ്ടിന്യൂസ് ആയിരിക്കും. ലിമിറ്റ് യുണീക്ക് അല്ലെങ്കിൽ അവിടെ കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല, ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും എന്നുള്ള കാര്യം നോക്കുക. ഓക്കെ, താങ്ക് യു.